എൻവിഷൻ ഗുരുവിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യ മൊഡ്യൂൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ കുറിച്ചായിരുന്നു. ഈ മൊഡ്യൂളുകൾ BSc കെമിസ്ട്രി വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അവരുടെ അറ്റം ഘടന എന്ന ചാപ്റ്ററോടനുബന്ധിച്ച് ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. അതിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ചെയ്തിരുന്നു. ഈ മൊഡ്യൂളിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന സങ്കല്പം പരിശോധിക്കണം. ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്റേഴ്സ് എന്ന സങ്കല്പം ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് അതൊരു ടൂളാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ന്യൂട്ടോണിയൻ ഫിസിക്സിൽ ഒരു സിസ്റ്റം കരുതുക. അത് ഒരു കണം മാത്രമുള്ള ഒരു സിസ്റ്റമാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൻ്റെ സഞ്ചാരപഥം, അതിൻ്റെ പൊസിഷൻ, സഞ്ചാരപഥത്തിലെ പൊസിഷൻ, അതിൻ്റെ മൊമെൻറ്റം, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇത് രണ്ടും കൂടി ചേർക്കുന്ന ടോട്ടൽ എനർജി, ഇതൊക്കെ മെഷർ ചെയ്യാവുന്ന, അളക്കാവുന്ന ഭൗതിക ഗുണങ്ങളാണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എത്തുന്നുടനെ നമ്മൾ ഈ മെഷർമെൻറ്റിന് കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നു. അത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾസ് എന്നൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾസിനെ കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്നതായിട്ട് മെഷർ ചെയ്യാവുന്ന എക്സാക്ട് പ്രോപ്പർട്ടീസ് എന്ന് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ വരുന്നതിന് പകരം ഇവിടെ ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ് ഓരോ മെഷർ ചെയ്യാവുന്ന ഭൗതിക ഗുണങ്ങൾക്ക് പകരമായി നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്നതാണ്. പകരം എന്ന് പറയേണ്ട, അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ടൂളാണ്. മാത്തമാറ്റിക്കൽ ടൂളെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പായി തന്നെ എന്താണ് ഫങ്ഷൻസ്, എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്നത് സാമാന്യമായി മാത്തമാറ്റിക്സിൽ എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. ഫങ്ഷൻ എല്ലാവർക്കും അറിയാം. ഒരു വേരിയബിൾ മാറുന്നതനുസരിച്ച് മറ്റൊരു വേരിയബിൾ മാറുന്നു. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നൊക്കെ പറയും. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മൂല്യം എന്താണെന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തീരുമാനിക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലും ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം ഉണ്ടാകുന്നു. y = 2x എന്ന് എഴുതുന്ന ഒരു ഫംഗ്ഷനാണ്. y = x² ഫംഗ്ഷനാണ്. y = sin x ഫംഗ്ഷനാണ്. y = sin kx ഫംഗ്ഷനാണ്. y = 2x + 3 ഫംഗ്ഷനാണ്. ഇതൊക്കെ എക്സിൻ്റെ ഫംഗ്ഷനുകളാണെന്ന് പറയും. അപ്പോൾ എക്സിൻ്റെ ഒരു മൂല്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ മൂല്യം ഫിക്സ്ഡ് ആവും. ഇപ്പോൾ y = x² ആണെന്ന് കരുതുക. എക്സിൻ്റെ മൂല്യം 2 കൊടുത്താൽ y 4 ആയി. റൈറ്റ്. സൈൻ എക്സിന് അതുപോലെ ഒരു വാല്യൂ ഉണ്ട്. ഓരോ ഫംഗ്ഷനും കൃത്യമായ ഒരു വാല്യൂ ഉണ്ട്. എക്സ് ഫിക്സ് ചെയ്താൽ y ഫിക്സ്ഡ് ആയി. നമുക്ക് സ്ക്വയർ റൂട്ട് വേണമെങ്കിലൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ x = 4 എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ y = √(x) ആണെന്ന് കരുതുക. അപ്പോൾ അവിടെ വൈക്ക് 2 മൂല്യം സാധ്യമാണ്. സ്ക്വയർ റൂട്ടിന് 2 മൂല്യം സാധ്യമാണ്. +2 -2 സാധ്യമാണ്. അപ്പോൾ എന്താ വരുന്നത് വെച്ചാൽ അതിനെ ഒരു കൃത്യമായ ഫംഗ്ഷൻ സ്ക്വയർ റൂട്ടിനെ ഒരു റിഗറസായി പറയാൻ കഴിയില്ല. കാരണം ഈ ഡൊമൈനിൽ കാര്യം ഫിക്സ്ഡ് ആയാൽ റേഞ്ചിൽ കാര്യം ഫിക്സ്ഡ് ആണ് എന്നാണ് ഇതിൻ്റെ ഒരു വളരെ റിഗറസായ ഡെഫിനേഷൻ. അപ്പോൾ അത്ര റിഗറസായ ഒരു ഡെഫിനേഷനിൽ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആശയം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്താണ് ഓപ്പറേറ്റർ എന്ന് നോക്കാം. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഒരു നമ്പറിനെ ഒരു സംഖ്യയെ വേറൊരു സംഖ്യയാക്കി മാറ്റുകയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓപ്പറേറ്റർ ചെയ്യുന്നതല്ല. ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത് ഒരു സംഖ്യയിലല്ല. ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത് ഒരു ഫംഗ്ഷനിലാണ്. ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനായിട്ട് മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഓപ്പറേറ്ററിൻ്റെ സിമ്പൽ എഴുതി കഴിഞ്ഞാൽ അതിനോട് തൊട്ട് അടുത്ത് വരുന്നത് ഒരു ഫംഗ്ഷനായിരിക്കും. ഒരു നമ്പറോ ഒരു മൂല്യമോ അല്ല, ഒരു ഫംഗ്ഷനായിരിക്കും. ഉദാഹരണത്തിന് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ d/dx എന്ന് പറയുന്നു. അതൊരു ഓപ്പറേറ്ററാണ്. കാരണം ഒരു ഫംഗ്ഷനിൽ ഉദാഹരണമായി x² ആക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? d/dx of x² is 2x. അപ്പോൾ x² എന്നുള്ള ഫംഗ്ഷനെ അതെന്താക്കി മാറ്റി? 2x ആയിട്ട് മാറ്റി. അതുപോലെ sin x ആകാം. sin kx ആണെന്ന് വിചാരിച്ചോളൂ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എന്തുണ്ടാവും? sin kx ഓപ്പറേറ്റർ d/dx എന്ന ഓപ്പറേറ്റർ ആക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? k cos kx എന്ന് കിട്ടും. നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പോൾ എന്തെങ്കിലും വേറൊരു പുതിയ ഫംഗ്ഷനായിട്ട് മാറി. അപ്പോൾ ഒരു ഫംഗ്ഷനെ മറ്റൊന്നാക്കി മാറ്റുന്ന ടൂളാണ്, മാത്തമാറ്റിക്കലായ ടൂളാണ് എന്ത് പറയുന്നത്, ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഓപ്പറേറ്റേഴ്സ് അധികം ഉണ്ടാകാം, ധാരാളം ഉണ്ടാകാം. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ്. 2 into എ ഫംഗ്ഷൻ, റൈറ്റ്. 2 into എന്ന് എഴുതുന്നത് ഒരു 2 ഡോട്ട്, ദാറ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേഷൻ ഓപ്പറേറ്ററാണ്. നമുക്കങ്ങനെ പല ഓപ്പറേറ്റേഴ്സും മാത്തമാറ്റിക്സിൽ ഇമാജിൻ ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതാണ്.
റൈറ്റ്. മാത്തമാറ്റിക്സിൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക്, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെക്ടർ ആൾജിബ്രയിൽ റെപ്രസെൻറ്റ് ചെയ്യും, മെട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഈ രണ്ട് മെത്തേഡും ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പക്ഷേ അതിൽ ആഴത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രയോഗത്തിലേക്ക് വരാം. റൈറ്റ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? നമുക്ക് മെഷർ ചെയ്യുന്ന ഒരു ഭൗതിക പ്രോപ്പർട്ടി നമ്മുടെ സിസ്റ്റത്തിൻ്റെ, അതൊരു കണമുള്ള സിസ്റ്റം ആകാം, ഒന്നിൽ കൂടുതൽ കണങ്ങളുള്ള സിസ്റ്റം ആകാം. നമ്മൾ ഏറ്റവും സിംപ്ലിസിറ്റിക്ക് ഒരു കണം മാത്രമുള്ള ഒരു സിസ്റ്റം കരുതുന്നു, അപ്പോൾ സങ്കല്പിക്കുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ മെഷർ ചെയ്യാവുന്ന പ്രോപ്പർട്ടിക്ക് കറസ്പോണ്ട് ചെയ്ത് വരുന്ന മാത്തമാറ്റിക്കൽ ഫങ്ഷനാണ്. കാരണം നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ കണത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, കണത്തിൻ്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ അതിൻ്റെ ചലനത്തെ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഓപ്പറേറ്റർ ചെയ്യുന്നത് വേവ് ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനായിട്ട് മാറ്റും എന്നുള്ളതാണ്. ഓപ്പറേറ്റർ ആക്ട് ഓൺ ദി വേവ് ഫംഗ്ഷൻ ആൻഡ് ചേഞ്ച് ഇറ്റ് ടു എ ന്യൂ ഫംഗ്ഷൻ. ഇതിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്റർ. അപ്പോൾ ഇത് ഓരോ പ്രോപ്പർട്ടിക്കും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. ആ ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ കിട്ടുന്നു. ഇങ്ങനെ പുതിയൊരു ഫംഗ്ഷൻ കിട്ടുന്നത് പഴയ ഫംഗ്ഷൻ്റെ ഒരു ഗുണിതം ആയി വരുന്നു എന്ന് കരുതുക. അതിനെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണെന്ന് കരുതുക. അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ നമ്മൾ പറയുന്ന ഏഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ഫംഗ്ഷൻസും ഏഗൺ ഫംഗ്ഷൻസ് ആവില്ല. നമ്മളൊരു കണത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഒരു സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ പല ഫംഗ്ഷൻസ് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ ഏഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രത്യേക ഫംഗ്ഷൻസ് ആയിരിക്കും. അതിന് ചില പ്രോപ്പർട്ടീസൊക്കെ വേണം, എങ്കിലേ അത് ഒബേ ചെയ്യുള്ളൂ. ഏഗൺ ഫംഗ്ഷന് വരുമ്പോൾ എന്താ വെച്ചാൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് തുല്യമായിട്ട് വരുന്നു. അപ്പോൾ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ വാല്യൂ ഏതാണ് ആ സ്കേലാർ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഓപ്പറേറ്റർ എ ആക്ട് ഓൺ എ ഫംഗ്ഷൻ എഫ്. ഇനി ഓപ്പറേറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മുകളിലൊരു ഹാറ്റ് അല്ലെങ്കിൽ ക്യാപ് ചിഹ്നം കൊടുത്താണ്. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ എ ആണെങ്കിൽ എ ഹാറ്റ്, എ ക്യാപ് എന്നൊക്കെയാണ് പറയുക. ഈ ഓപ്പറേറ്റർ എഫിൽ ആക്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലം എന്താണ്? എഫിനെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയായ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ആ ഫംഗ്ഷൻ്റെ ഏഗൺ വാല്യൂ ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റിൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അത്. ഏഗൺ ഫംഗ്ഷൻസ് വേണം, എങ്കിലേ നമുക്ക് ഏഗൺ വാല്യൂസ് കിട്ടും. എല്ലായ്പ്പോഴും ഏഗൺ ഫംഗ്ഷൻസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് കൊള്ളണമെന്നില്ല. വി വിൽ കം ടു ദാറ്റ് ലേറ്റർ. റൈറ്റ്. ഈ ഏഗൺ ഫംഗ്ഷൻസിൻ്റെ കാര്യം ഉടലെടുക്കുന്നത് ഈ പാർട്ടിക്കിൾ ഡ്യുവൽ നേച്ചറിൽ നിന്നാണ് നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ വേവ് ഫംഗ്ഷനിൽ എന്ത് ആക്ട് ചെയ്യുന്നു? ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു, അതിനെ പുതിയൊരു ഫംഗ്ഷനായി മാറ്റുന്നു. ഇപ്പോൾ പൊസിഷൻ ഓപ്പറേറ്റർ നമ്മൾ ഒരു സ്പേസ് ഡയമെൻഷൻ മാത്രമുള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. എക്സ് എന്ന സ്പേസ് ഡയമെൻഷൻ മാത്രം. അപ്പോൾ നമ്മളൊരു കണമാണെങ്കിൽ ഒരു നേർരേഖയിൽ മാത്രം ചലിക്കാൻ സ്വാതന്ത്ര്യമുള്ള മറ്റ് ഡയമെൻഷൻസ് ഇല്ലാത്ത സിസ്റ്റമാണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമുക്ക് ഒരു കോർഡിനേറ്റ് മതി, ഒരു സ്പേസ് കോർഡിനേറ്റ് മതി, എക്സ് മതി. പൊസിഷൻ അടയാളപ്പെടുത്താൻ, ക്ലാസിക്കലായി അടയാളപ്പെടുത്താൻ അത് മതി. ഇവിടെ നമ്മൾ പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. വേവ് ഫംഗ്ഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? പുതിയൊരു ഫംഗ്ഷൻ, എക്സ് ഇൻറ്റു ദാറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ത് കരുതുക? ഒരു സൈൻ എക്സ് ആണെന്ന് കരുതുക. അപ്പോൾ ഈ പൊസിഷൻ ഓപ്പറേറ്റർ അതിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? എക്സ് സൈൻ എക്സ് എന്ന് മാറും. അല്ലെങ്കിൽ ഇ റൈസ് ടു കെ എക്സ് ആണെന്ന് കരുതുക. അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു കെ എക്സ് എന്നാവും. അതാണ്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, ഇവിടെ ഓപ്പറേറ്ററാണ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. എക്സിനെ നമ്മൾ ആ സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ കാണാൻ പാടില്ല. അതിൻ്റെ വാല്യൂ ആയിട്ട്, പൊസിഷൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ എടുക്കാൻ പാടില്ല. റൈറ്റ്. എക്സ് ഒരു വേരിയബിളാണ്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ ഓപ്പറേഷൻ മാത്രമാണ്. എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. കാരണം പൊസിഷനെക്കുറിച്ചുള്ള അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആവും. അത് നമുക്ക് മറ്റ് ഓപ്പറേറ്റേഴ്സ് കൂടി കണ്ടിട്ട് അതിലേക്ക് വരാം. വൈ ആക്സിസിൽ ഇസഡ് ആക്സിസിൽ ഇതുപോലെ ഓപ്പറേറ്റർ നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ.
ഇനി മൊമെൻറ്റം ഓപ്പറേറ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്ററാണ് മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ മൊമെൻറ്റം ഓപ്പറേറ്റർ വേണമെങ്കിൽ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് സ്വീകരിച്ചാൽ അതിൽ നിന്ന് നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ തൽക്കാലം അതിനെ തന്നെ ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് കണ്ടാൽ മതി. മൊമെൻറ്റം ഓപ്പറേറ്ററിനെ ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് കണ്ടാൽ മതി. ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്, ഡോ ബൈ ഡോ എക്സ് ആണ് മൊമെൻറ്റം ഓപ്പറേറ്റർ. അതിനെ ഡോ ബൈ ഡോ എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? എച്ച് ബൈ ഐ കൊണ്ട്, എച്ച് ക്രോസ് ബൈ ഐ, എച്ച് അല്ല എച്ച് ക്രോസ്. എച്ച് ക്രോസ് എന്താണെന്ന് അറിയാം, എച്ച് ബൈ 2π ആണ് നമ്മൾ എന്ത് പറയുക, എച്ച് ക്രോസ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അത്. റൈറ്റ്. ഐ ഡിനോമിനേറ്ററിൽ കൊടുത്തിരിക്കുന്നു. വേണമെച്ചാൽ നമുക്ക് എന്ത് എഴുതാം, മൈനസ് ഐ എച്ച് ക്രോസ് എന്ന് എഴുതാം. കാരണം റെസിപ്രോക്കൽ ഓഫ് ഐ ഈസ് മൈനസ് ഐ എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് വളരെ സിമ്പിളാണ്. അങ്ങനെയും ഈ ഓപ്പറേറ്ററിനെ എഴുതാൻ കഴിയും. ഇതിനെന്താണ് പറയുന്നത്? മൊമെൻറ്റം ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. റൈറ്റ്. ഐ അവിടെ വരുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രത്യേകതയാണ്. എന്താ വെച്ചാൽ മൊമെൻറ്റമാണ്, മൊമെൻറ്റത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. അതൊരു മൊമെൻറ്റം മെഷർ ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ മൊമെൻറ്റം ഏഗൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏഗൻ വാല്യൂ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ തരുമെന്ന് കരുതാം. അപ്പോൾ ഇതൊരു ഏഗൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ, ഏഗൻ ഫംഗ്ഷനിൽ ഇത് ആക്ട് ചെയ്യണമെങ്കിൽ, ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആയിരിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട്. എന്താണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്നുള്ളത് പിന്നീട് വരാം. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഐ അവിടെ വരുന്നത്. ഐ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മൊമെൻറ്റം വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട്, എക്സ്പെരിമെൻറ്റിൽ കിട്ടുന്ന ഒരു മൊമെൻറ്റം വാല്യൂ കണ്ടെത്താൻ വേണ്ടി ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൂടി വന്നിട്ട് ഇതിനെ ഹെർമീഷ്യനായിട്ട് മാറ്റണം. ഹെർമീഷ്യൻ എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. സെൽഫ് അഡ്ജോയിൻ്റ് ആണ്. ആ ഓപ്പറേറ്റർ തന്നെ അതിൻ്റെ അഡ്ജോയിൻ്റ് ആയിട്ട് വരും. അതിനെയാണ് നമ്മൾ ഹെർമീഷ്യൻ എന്ന് പറയുന്നത്. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്താണെന്നുള്ള ഡെഫിനിഷനിലേക്ക് പിന്നീട് നമുക്ക് അല്പം കൂടി വിശദമായി വരാം. തൽക്കാലം ഐ വരുന്നതിൻ്റെ സാങ്കത്യം ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അത് അറിഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല, ഡെഫിനിഷൻ അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ എച്ച് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് കഴിയും. ബസ് അത്രേ ഉള്ളൂ. അങ്ങനെ അതങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഈ ഓപ്പറേറ്റർ ഏതിൽ ആക്ട് ചെയ്യുന്നു? വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. വേവ് ഫംഗ്ഷൻ മറ്റൊന്നായിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? വേവ് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യലായിട്ട് മാറുന്നു. ഡിഫറൻഷ്യലിനോട് അതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എച്ച് ബൈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായിട്ട് മാറും. ദാറ്റ് ഹാപ്പൻസ് വെൻ ഓപ്പറേറ്റർ മൊമെൻറ്റം ഓപ്പറേറ്റർ ആക്ട്സ് ഓൺ ഇറ്റ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് മൊമെൻറ്റം ഓപ്പറേറ്ററിൽ നിന്ന് തന്നെ കൈനറ്റിക് എനർജി ഓപ്പറേറ്ററിലേക്ക് വരാം. നമ്മൾ എങ്ങനെയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ മൊമെൻറ്റത്തിൽ നിന്ന് കൈനറ്റിക് എനർജി കിട്ടുന്നത്? മൊമെൻറ്റം എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? മൊമെൻറ്റം സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് എടുത്താൽ മതി. സോ പി സ്ക്വയർ ബൈ 2m. പി മൊമെൻറ്റം ആണെങ്കിൽ പി സ്ക്വയർ ബൈ 2. അപ്പോൾ അതേ സംഗതി തന്നെ ഇവിടെ ഉപയോഗിക്കാം. നമുക്ക് എന്തുപയോഗിക്കാം? മൊമെൻറ്റം ഓപ്പറേറ്ററിനെ സ്ക്വയർ ചെയ്യുക, അതിനെ 2m കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വി ഗെറ്റ് kinetic energy operator like that. Minus h square by 2m dou square by dou x square plus dou square by dou y square plus dou square per 3 കോർഡിനേറ്റ് നമ്മൾ പരിഗണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. റൈറ്റ്. നമ്മൾ ഈ 3 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവിടെ വരുന്നു. സ്ക്വയർ ചെയ്യുമ്പോഴാണ് അത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിട്ട് മാറിയത്. അതിൻ്റെ സമ്മിനെ ഒരൊറ്റ ഓപ്പറേറ്ററായിട്ട് കണക്കാക്കും, ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. മാത്തമാറ്റിക്സിലാണ് ലാപ്ലേഷ്യൻ എന്ന മാത്തമാറ്റീഷ്യൻ മുന്നോട്ട് വെച്ച ഓപ്പറേറ്റർ ആയതുകൊണ്ടാണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചുരുക്കി എഴുതാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് കൈനറ്റിക് എനർജി ഓപ്പറേറ്ററിനെ വളരെ ചുരുക്കി. ഐ അപ്രത്യക്ഷമാവും. ഐയുടെ സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് ഐ അവിടെ ഉണ്ടാവില്ല. മൈനസ് എച്ച് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ വായിക്കുന്നത് ഡെൽ സ്ക്വയർ എന്നാണ്. റൈറ്റ്. അപ്പോൾ ഒരു ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ അനലോജി, അതിൻ്റെ ഒരു താരതമ്യം, ഒരു സാമ്യം ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഇനി ടോട്ടൽ എനർജി ഓപ്പറേറ്റർ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ഐ ഈക്വൽസ് എച്ച് ഐ എന്ന, എച്ച് ഐ ഈക്വൽസ് ഈസ് ഐ എന്ന ഇക്വേഷൻ. അവിടെ എച്ച് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ എന്തുണ്ടാവും? കൈനറ്റിക് എനർജിയോടൊപ്പം ഇതുകൂടി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ കൂടി വരണം അവിടെ എന്നേ ഉള്ളൂ. വി റൈറ്റ് ഇ എൻ സൈ എൻ. എന്താ വെച്ചാൽ ഈ കൈനറ്റിക് എനർജി ഈ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന് ഒന്നിൽ കൂടുതൽ ഏഗൻ ഫങ്ഷൻസും ഒന്നിൽ കൂടുതൽ ഏഗൻ വാല്യൂസും ഉണ്ടാകും. അതിനെ ഡിനോട്ട് ചെയ്യാനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. n = 1 2 3 എക്സെട്ര. ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ ക്വാണ്ടം നമ്പേഴ്സ് ആയിട്ടായിരിക്കും അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. റൈറ്റ്. ഒന്നിൽ കൂടുതൽ എനർജി ലെവൽസ്, ഒന്നിൽ കൂടുതൽ
എയ്ഗൺ ഫങ്ഷൻസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൺ വാല്യൂസും ഉണ്ടാകാം എന്നതാണത്. റൈറ്റ്. ഇനി എന്താണ് എയ്ഗൺ ഫങ്ഷൻ, എയ്ഗൺ വാല്യൂ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എച്ചിൻ്റെ എയ്ഗൺ വാല്യൂവിനെയാണ് നമ്മൾ എനർജി എന്ന് വിളിക്കുന്നത്. അതാണ് നമുക്കൊരു മെഷർമെൻറ്റിൽ കിട്ടുന്നത്. ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ മെഷർമെൻറ്റിൽ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് ഈ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്ലൈ ചെയ്യപ്പെടുന്നത് സ്റ്റേഷനറി സ്റ്റേറ്റിനാണ്. അപ്പോൾ എന്ത് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഒരു വാല്യൂ നിൽക്കുന്നു എന്ന് നമുക്ക്, എനർജി വാല്യൂ മാറാതെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേഷനറി സ്റ്റേറ്റ്. സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ എനർജിയാണ് ഇത് തരുന്നത്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ തരുന്നത്. റൈറ്റ്. എച്ച്. അപ്പോൾ ഇവിടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കൈനറ്റിക് എനർജി ഓപ്പറേറ്ററിനോടൊപ്പം പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ ആഡ് ചെയ്യുന്നു. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊസിഷൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒറ്റ ഡയമെൻഷനുള്ള വി എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ദ പൊസിഷൻ. പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ടായിരിക്കും പൊട്ടൻഷ്യൽ മാറുന്നത്. എങ്ങനെയാണ് അവിടെ ഒരു ഫീൽഡ് ഉണ്ടോ എന്നതിനനുസരിച്ചിട്ട്, ഫീൽഡിൽ എവിടെയാണ് പൊസിഷൻ എന്നതനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ എനർജിക്ക് വ്യത്യാസം ഉണ്ടാകും. അത് നമുക്ക് അറിയാം. ഒരു ഡയമെൻഷനേ ഉള്ളെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ റെപ്രസെൻറ്റേഷൻ വളരെ സിമ്പിളാകുന്നു എന്നേ ഉള്ളൂ. റൈറ്റ്. ഇനി നമ്മൾ ഈ എയ്ഗൺ വാല്യൂസും എയ്ഗൺ ഫങ്ഷൻസും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ ഓപ്പറേറ്റേഴ്സ് ചില പ്രത്യേക കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഒക്കെ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണെന്ന് പറയും. അതോടൊപ്പം ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സും ആണെന്ന് പറയും. ഒരു ഓപ്പറേറ്റർ ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ രണ്ട് ഫങ്ഷൻസ് ആഡ് ചെയ്ത് അതിൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അതെന്തിനു തുല്യമായിരിക്കണം? ഈ ഫങ്ഷൻസിൻ്റെ മേളിൽ ഓപ്പറേറ്റർ പ്രത്യേകം ആക്ട് ചെയ്തിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുന്നതിന് തുല്യമായി. ഇപ്പോൾ നമ്മൾ എക്സിൻ്റെ രണ്ട് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ്, അതിന് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ എന്ത് കിട്ടും? 2x പ്ലസ് കോസ് എക്സ് എന്ന് കിട്ടി. റൈറ്റ്. ഇനി ഇതിനെ രണ്ടിനും സെപ്പറേറ്റ് ചെയ്ത് ആക്ട് ചെയ്താലും സെയിം തന്നെയാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. അതേസമയം സ്ക്വയർ ഒരു ഓപ്പറേറ്ററാണ്. സ്ക്വയർ നമുക്ക് സ്ക്വയർ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ്, അത് സ്ക്വയർ ചെയ്യുക എന്ന് കരുതുക. അത് സ്ക്വയർ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതും എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ചെയ്യുന്നതും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ a+b ദ ഹോൾ സ്ക്വയർ പോലെ തന്നെ, അതുപോലെ തന്നെ. അപ്പോൾ അതുപോലെ സിമ്പിളായ ഒരു അനലോജി എടുത്തു എന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലം സിമ്പിളായ ഉദാഹരണം എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു ലീനിയർ ഓപ്പറേറ്റർ അല്ല. ഇത് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ അല്ല. ഡിഫറൻഷ്യൽ എന്താണ്? ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്നതൊക്കെ എന്താണ്? ലീനിയർ ഓപ്പറേറ്റേഴ്സാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം നമ്മുടെ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത് അവിടെ ലീനിയറാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ലീനിയർ ഓപ്പറേറ്റേഴ്സാണ് ഉപയോഗിക്കപ്പെടുന്നത്. എല്ലാ ഓപ്പറേറ്റേഴ്സും ലീനിയർ ഓപ്പറേറ്റേഴ്സാണ്. ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രത്യേകത നമുക്ക് വേറെ ഒരു മൊഡ്യൂളിൽ കുറച്ചുകൂടി വിശദമായി എടുക്കാം. പിന്നീട് അത് ഒരു പ്രോപ്പർട്ടി കൂടി ഒബേ ചെയ്യണം. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആയിരിക്കണം എന്ന് പറയുന്നു. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെങ്കിലേ അതിനൊരു എയ്ഗൺ ഫംഗ്ഷൻ ഉണ്ടാവും, എയ്ഗൺ വാല്യൂ ഉണ്ടാവും. ഹെർമീഷ്യൻ എന്ന് പറഞ്ഞാൽ സെൽഫ് അഡ്ജോയിൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റേതും വാട്ട് ഈസ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, ഹൗ ടു പ്രൂവ് അൻ ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ, വി വിൽ ലേറ്റർ ഡിസ്കസ്. തൽക്കാലം ഈ രണ്ട് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഫംഗ്ഷനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു എന്ന് കരുതുക. നേരെ തിരിച്ച് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഓപ്പറേറ്റർ ആക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടിൻ്റെയും ഫലം തുല്യമായിരിക്കണം. ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ലൈഡിൽ കാണുന്ന എഫ്, ജി, സി ഒക്കെ കോൺസ്റ്റൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. റൈറ്റ്. ലീനിയർ ഓപ്പറേറ്റേഴ്സ് പലപ്പോഴും കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് ആയിരിക്കാം. അതിൽ കോംപ്ലക്സ് നമ്പേഴ്സൊക്കെ വരാം. ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിലും അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. കോംപ്ലക്സ് ഫിനോമിനായിട്ട് വരാം. ഓക്കെ. അപ്പോൾ തൽക്കാലം ഓപ്പറേറ്റേഴ്സ് നമ്മൾ വളരെ പ്രിലിമിനറി ആയിട്ട് പ്രാഥമികമായി ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി മറ്റ് പല ഓപ്പറേറ്റേഴ്സും ഉണ്ട്. നമ്മൾ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് കണ്ടു? ഇപ്പോൾ പൊസിഷൻ ഓപ്പറേറ്റർ കണ്ടു, മൊമെൻറ്റം ഓപ്പറേറ്റർ കണ്ടു, കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ കണ്ടു, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കണ്ടു. ഹാമിൽട്ടോണിയൻ ടോട്ടൽ എനർജി ഓപ്പറേറ്ററാണ്. അതുപോലെ പൊസിഷൻ ഓപ്പറേറ്റർ, പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്ററും പൊസിഷൻ ഓപ്പറേറ്ററും ഒരുപോലെയാണ്. എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്, വി എക്സ് എന്ന് എഴുതാം.
എഫ് എക്സ് എന്ന് പൊതുവെ പറയാം. മൊമെൻറ്റം ഓപ്പറേറ്റർ ഉണ്ട്, ഹാമിൽട്ടോണിയൻ, ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ എന്ന് പറയും. അപ്പോൾ അത് ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ ഇക്വേഷനിൽ ഒരു സ്ഥലത്ത് എച്ച് സൈയും മറ്റൊരു ഇ സൈ എന്നാണ് എഴുതുക. ഇ ക്യാപ് സൈ എന്ന് എഴുതും. ഇ ക്യാപ് സൈ ആണ് അവിടെ ഹാമിൽട്ടോണിയനായിട്ട് തന്നെ പറയുക. അത് ടൈമിൻ്റെ ഒരു ഡിഫറൻഷ്യലാണ്, ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യലാണ്. ഡോ ബൈ ഡോ ടി ആണ് വരുന്നത്. ഐ എച്ച് ക്രോസ് അവിടെ ഉണ്ടാവും. അത് നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് തൽക്കാലം അത് വിട്ടുകളയാം. നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റേ പരിഗണിക്കുന്നുള്ളൂ, അതുകൊണ്ട് അത് നമുക്ക് തൽക്കാലം വിട്ടുകളയാം. പക്ഷേ ഓപ്പറേറ്റർ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കും. എനർജി ഓപ്പറേറ്റർ, ടൈം ഡിപ്പെൻഡൻറ്റ് എനർജി ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ആണ് ടൈം ഡിപ്പെൻഡൻറ്റ് എനർജി ഓപ്പറേറ്റർ. ഓക്കെ. ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ ഐ എച്ച് ക്രോസ് ബൈ ഡോ ഫൈ ഇത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ്റെ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഈ ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ തൽക്കാലം മതി. ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടി ഒന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ലീനിയർ ഓപ്പറേറ്റർ എന്താണ്, ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ ഐഗൺ വാല്യൂ, ഐഗൺ ഫംഗ്ഷൻ എന്നുള്ളതും അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അത് അടുത്ത മൊഡ്യൂളിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഓപ്പറേറ്റർ എന്താണ്, ഓപ്പറേറ്റർ എന്ത് ഫംഗ്ഷനാണ് ക്വാണ്ടം മെക്കാനിക്സിൽ വഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇനി ഇത് നമ്മൾ ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ് നമ്മൾ അധികം പ്രയോഗിക്കുന്നത്, കെമിസ്ട്രിയിൽ പ്രയോഗിക്കുന്നത്. അത് ഹൈഡ്രജൻ ആറ്റത്തിനാണെങ്കിലും നമ്മൾ പഠിക്കുന്ന വാട്ട് യു കോൾ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള 1D ബോക്സ് ആണെങ്കിലും 3D ബോക്സ് ആണെങ്കിലും അവിടെയൊക്കെ നമുക്ക് പ്രാധാന്യമുള്ളത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. വി ആർ മോർ കൺസേൺ വിത്ത് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ. അതുകൊണ്ടാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രയോഗങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. റൈറ്റ്. ഇനി മറ്റൊരു കാര്യം നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷൻ നമുക്കറിയാം, അതിനൊരു ഏഗൻ വാല്യൂ ഉണ്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അത്. നമ്മളതിന് കറസ്പോണ്ടിങ് ആയ വാല്യൂവേ എന്ത് കിട്ടുള്ളൂ, ഒരു മെഷർമെൻറ്റിൽ കിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഏഗൻ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഒരു മെഷർമെൻറ്റിൽ കിട്ടുക എന്നുള്ളത്. അതിൻ്റെ സ്റ്റേറ്റ് ഏതാണെന്ന് അതനുസരിച്ചിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. റൈറ്റ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ ഏഗൻ ഫംഗ്ഷൻ മറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആവണമെന്നില്ല. ഇപ്പോൾ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഏതിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആകാൻ കഴിയുകയില്ല, പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആകാൻ കഴിയുകയില്ല. കാരണം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് ശരിയാവില്ല. കാരണം നമുക്ക് മൊമെൻറ്റത്തിനൊരു കൃത്യം വാല്യൂ കിട്ടിയാൽ ഏതിന് കൃത്യം വാല്യൂ കിട്ടാൻ പറ്റില്ല, പൊസിഷന് കൃത്യം വാല്യൂ കിട്ടാൻ പറ്റില്ല. അതാണ് അതിൻ്റെ. അപ്പോൾ നമ്മളൊരു ബോക്സിനുള്ളിൽ ഒരു പാർട്ടിക്കിൾ ആവട്ടെ, ബോക്സിനുള്ളിൽ പാർട്ടിക്കിളിൻ്റെ എനർജി ഓപ്പറേറ്റർ ഉണ്ട്. എനർജി കിട്ടി കൃത്യമായി, എനർജി കൃത്യമായതുകൊണ്ട് നമുക്ക് എന്ത് ആണെന്ന മൊമെൻറ്റവും കൃത്യമാണെന്ന് കരുതുക. പൊട്ടൻഷ്യൽ എനർജി ഇല്ല അതിൻ്റെ ഉള്ളിൽ. ആ പൊട്ടൻഷ്യൽ വോള് ഇൻഫിനിറ്റ്ലി ഹൈ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ ഫീൽഡ് ഇല്ല. അങ്ങനെയുള്ളപ്പോൾ എന്താ വരുന്നത്, അതിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അത് കൃത്യമായ പൊസിഷൻ നമുക്കറിയാൻ കഴിയില്ല. ആ പൊസിഷൻ എന്തേ അറിയാൻ കഴിയുള്ളൂ, അതിൻ്റെ പ്രോബബിലിറ്റി ഉള്ളതേ അറിയാൻ കഴിയുള്ളൂ. കാരണം ഈ നമ്മുടെ ഏഗൻ ഫംഗ്ഷൻ, ഏതിൻ്റെ ഏഗൻ ഫംഗ്ഷൻ, ഹാമിൽട്ടോണിയൻ്റെ ഏഗൻ ഫംഗ്ഷൻ ഏതിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആവില്ല, പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആവില്ല. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സലായിട്ട് ആ പാർട്ടിക്കിളിൻ്റെ ബാക്കി എല്ലാത്തിനും അവിടെ കൊണ്ട് മെക്കാനിക്കലായി കൊണ്ടുവച്ചാൽ നമുക്ക് ഈ എല്ലാ വാല്യൂ കിട്ടുമെന്ന് അർത്ഥമില്ല. കാരണം പാർട്ടിക്കിളിൻ്റെ റിയൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പല വേവ് ഫങ്ഷൻസിൻ്റെ സൂപ്പർ പൊസിഷനായിരിക്കും ക്വാണ്ടം മെക്കാനിക്സിലായിരുന്നു. അതിൽ മെഷർമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഏഗൺ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കിട്ടുന്നത്. പല പല ഏഗൺ ഫംഗ്ഷൻ്റെയും ഒരു സൂപ്പർ പൊസിഷൻ ആയിരിക്കും പാർട്ടിക്കിൾ. അതിൽ ഒരു ഏഗൺ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നു എന്നാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. ആ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഡെപ്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റേ ഉള്ളൂ, നമുക്ക് ഒരു ഓപ്പറേറ്ററിന് ഏഗൺ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഏഗൺ ഫംഗ്ഷൻ മറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഏഗൺ ഫംഗ്ഷൻ ആകണമെന്ന് നിർബന്ധമില്ല. നിശ്ചയമായിട്ടും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയി വരുന്ന ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ഫിസിക്കൽ വേരിയബിൾ, പൊസിഷൻ ആൻഡ് മൊമെൻറ്റം കോംപ്ലിമെൻ്ററി ആണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട്. അപ്പോൾ ഒന്നിൻ്റെ ഏഗൺ ഫംഗ്ഷൻ ആണെങ്കിൽ മറ്റേതിൻ്റെ ആവില്ല എന്ന് അവിടെ നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തേക്ക് മതിയാക്കുന്നു, ഈ മൊഡ്യൂൾ മതിയാക്കുന്നു. ഇന്നത്തേക്കെന്നല്ല, ഈ മൊഡ്യൂൾ മതിയാക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ഇനി നമ്മൾ ഈ
ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ടേംസും ഒക്കെ ആയി തന്നെ വീണ്ടും വരും. ഐഗൺ വാല്യൂ, ഐഗൺ ഫംഗ്ഷൻ, ഹെർമിഷ്യൻ ഓപ്പറേറ്റർ, ലീനിയർ ഓപ്പറേറ്റർ, ഈ ടേംസ് കുറച്ചുകൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.